Shizu's Kids World, a complete kids channel. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സംഗീത സംവിധായകൻ, ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ നമ്മുടെ പ്രിയങ്കരനായ ശരത് സാറിനെ കുറിച്ച് അറിഞ്ഞാലോ? വാലിന്നിൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശുകിളി മകളെ സുഖമോ അമ്മ കിളി തൻ കുശലം തേടും മഴകേ വരുന്നാറ് പാടാം നീ ഇനി വരും വിഷുനാളിൽ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശുകിളി മകളെ. ചെയ്ത ഗാനങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവെങ്കിലും വളരെ സവിശേഷമായ ഈണസഞ്ചാരം കൊണ്ടും നവീനമായ ഓർക്കസ്ട്ര അറേഞ്ച്മെന്റ് കൊണ്ടും വേറിട്ട് നിൽക്കുന്ന സംഗീത സംവിധായകനായിരുന്നു ശരത്. കൊല്ലം നഗരത്തിലെ ആനന്ദവല്ലീശ്വരത്ത് 1969 ഒക്ടോബർ 3 വാസുദേവൻ, ഇന്ദിരാദേവി എന്നിവരുടെ മകനായി ജനനം. VI സുജിത്ത് എന്നായിരുന്നു യഥാർത്ഥ പേര്. സംഗീതം അറിയാവുന്ന അമ്മയും അമ്മാവന്മാരും സംഗീതപ്രിയനായ അച്ഛനും എല്ലാം ചേർന്ന സംഗീതമയമായ കുടുംബാന്തരീക്ഷത്തിലാണ് സുജിത്ത് വളർന്നത്. ആദ്യം ഒരു അമ്മാവനിൽ നിന്നും പിന്നെ അമ്മയിൽ നിന്നും സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ. 6 വയസ്സ് മാത്രം ഉള്ളപ്പോൾ തന്നെ ഒരു ഗാനത്തിന് അദ്ദേഹം ഈണമൊരുക്കിയിട്ടുണ്ട്. വരികൾ വായിക്കാൻ പോലും അറിയാത്ത പ്രായത്തിൽ വരികൾ മനഃപ്പാഠമാക്കി ആയിരുന്നു ഈണമിട്ടത് എന്നത് കൗതുകകരമാണ്. വീട്ടിലെല്ലാവരും തന്നെ വിഖ്യാത സംഗീതജ്ഞൻ ബാലമുരളീകൃഷ്ണയുടെ കടുത്ത ആരാധകരായിരുന്നതിനാൽ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ കച്ചേരികൾ ധാരാളം കേൾക്കാൻ അവസരം കിട്ടിയിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മാവനൊപ്പം കച്ചേരി കേൾക്കാൻ പോയപ്പോൾ ബാലമുരളീകൃഷ്ണയെ പരിചയപ്പെടാനും ഒരു വർണ്ണം അദ്ദേഹത്തിന്റെ മുന്നിൽ പാടാനും സുജിത്തിന് അവസരം കിട്ടി. പാടിയത് ഇഷ്ടപ്പെട്ട അദ്ദേഹം താൻ ഇവനെ പഠിപ്പിക്കാം, മദ്രാസിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. വളരെ സന്തോഷവാനായ സുജിത്ത് ക്രാവൻ LMS ഹൈസ്കൂളിൽ നിന്നും SSLC ജയിച്ച ശേഷം മദ്രാസിലെത്തി. ബാലമുരളീകൃഷ്ണ ഈ സമയം ഹൈദരാബാദിലായിരുന്നതിനാൽ ആദ്യം സംഗീത സംവിധായകൻ BA ചിദംബരനാഥിന്റെയും അടുക്കൽ നിന്നും പഠനം തുടങ്ങുകയും അരങ്ങേറ്റം നടത്തുകയും പിന്നാലെ ബാലമുരളീകൃഷ്ണയുടെ ശിഷ്യനാവുകയും ചെയ്തു. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ മൂളുമീ വേളയിൽ കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. പാശ്ചാത്യ സംഗീതവും അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്. 16 വയസ്സ് മാത്രമുള്ളപ്പോൾ സംഗീത എന്നൊരു കാസറ്റ് കമ്പനിക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കുകയും സ്വന്തം ശബ്ദത്തിനൊപ്പം വാണി ജയറാം, സുനന്ദ എന്നിവരും പാടി പുറത്തു വരികയും ചെയ്തു. ഗാനങ്ങൾ ശ്രദ്ധിച്ച തമിഴ് ഗാനരചയിതാവ് വൈരമുത്തു അറിയുകയും അത് MS വിശ്വനാഥൻ കേൾക്കാനിടവരികയും ഇരുവരുടെയും ശുപാർശയിൽ ഒരു സിനിമയ്ക്ക് സംഗീതം ചെയ്യാൻ അവസരം കൈവരികയും ചെയ്തു. പക്ഷേ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങിന് ശേഷം പടം നിന്നുപോയി. ഇതിനിടെ ഒന്നിങ്കു വന്നെങ്കിൽ എന്ന ചിത്രത്തിൽ ശ്യാം സംവിധാനം ചെയ്ത ഡും 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 സ്വരമേളം ഒരുക്കുന്നു നീയെന്ന് എന്ന ഗാനം KS ചിത്രയ്ക്കൊപ്പം പാടിക്കൊണ്ട് സുജിത് വാസുദേവ് ആയി സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരുന്നു അദ്ദേഹം. ആദ്യ കാസറ്റ് ഇതിനോടകം നവോദയ അപ്പച്ചന്റെ മകൻ ജിജോ പുന്നൂസ് കേൾക്കുകയും നവോദയ നിർമ്മിച്ച് TK രാജീവ് കുമാർ സംവിധാനം ചെയ്യാനിരുന്ന ഗാന്ധർവം എന്ന ചിത്രത്തിലേക്ക് പാട്ടുകൾ ഒരുക്കാൻ സുജിത്തിന് അവസരം നൽകുകയും ചെയ്തു. പക്ഷേ ആ സിനിമയും ഗാനലേഖനം കഴിഞ്ഞ് ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ രാജീവ് കുമാറിന്റെ തന്നെ സംവിധാനത്തിൽ
സെൻട്രൽ പിക്ചേഴ്സ് നിർമ്മിച്ച ക്ഷണക്കത്ത് എന്ന ചിത്രത്തിൽ ഗാന്ധർവത്തിന് വേണ്ടി ഒരുക്കിയ അതേ ഈണങ്ങൾ തന്നെ ഉപയോഗിക്കുകയും ചിത്രം പുറത്തു വരികയും ചെയ്തു. വളരെ വ്യത്യസ്തമായ ഈണങ്ങളും അതുവരെ കേൾക്കാത്ത സൗണ്ടിങ്ങുമായി ക്ഷണക്കത്ത് ശരത് എന്ന പേര് സ്വീകരിച്ച സുജിത്തിന് വലിയ സ്വീകാര്യത നൽകി. സരിഗമ രിഗമപ ഗമപദ മപദനി ഗരി നിദ സനി നിദ ദവഗരി നിദ സനി നിദ ദവഗരി നിദ സനി നിദ ദവഗരി സനി ദവ സരിഗമപ രിഗമപദ ഗമപദനി ഗരി സനി ദരി സനി ദവ നിദ ദവദ രിഗമപദ സരിഗമപനി സരിഗമപകല. ക്ഷണക്കത്തിലെ ഗാനങ്ങൾ പക്ഷെ ഒരുപാട് അവസരങ്ങളൊന്നും ശരത്തിന് നേടിക്കൊടുത്തില്ല. പിന്നീട് ഒറ്റയാൾ പട്ടാളം, പവിത്രം, സാഗരം സാക്ഷി, രുദ്രാക്ഷം, സിന്ദൂരരേഖ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളെല്ലാം അതിന്റെ ശൈലികൾ കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ. കർണാടക രാഗങ്ങളുടെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ, അപൂർവ താളങ്ങളുടെ പരീക്ഷണങ്ങൾ, ഉപകരണ സംഗീത വിന്യാസത്തിലെ പുതുമയും ഗാംഭീര്യവും എല്ലാം ശരത് എന്ന സംഗീത സംവിധായകനെ വേറിട്ട് നിർത്തി. ചെയ്ത പാട്ടുകൾ മികച്ചു നിന്നപ്പോൾ തന്നെയും ഒരിക്കൽ പോലും വലിയ തിരക്കുള്ള ഒരു സിനിമാ സംഗീത സംവിധായകൻ ആവാനുള്ള ഭാഗ്യം ശരത്തിന് ലഭിച്ചിട്ടില്ല. 90കളുടെ അവസാനത്തോടെ പാട്ടുകൾ കുറയുകയും രവീന്ദ്രൻ അടക്കമുള്ള സംഗീത സംവിധായകരുടെ ഓർക്കസ്ട്ര അറേഞ്ചറായും പ്രോഗ്രാമറായും ചില ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയും ഒക്കെ ഒതുങ്ങി വിസ്മൃതിയിലേക്ക് പോയ ശരത്ത് പിന്നീട് 2000ങ്ങളുടെ രണ്ടാം പകുതിയിൽ റിയാലിറ്റി ഷോ വിധികർത്താവ് എന്ന നിലയിലാണ് മലയാളിക്ക് മുൻപിൽ എത്തിയത്. തന്റെ സംഗീതജ്ഞാനം കൊണ്ടും നർമ്മഭാഷണം കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു താരമായി മാറി ശരത് എന്ന വിധികർത്താവ്. ഈ താരമൂല്യം രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധാനത്തിൽ ഒരു രണ്ടാം വരവിന് വഴിയൊരുക്കി. 2009 സ്വന്തം സംഗീതത്തിൽ മേഘതീർത്ഥം എന്ന ചിത്രത്തിലെ ധാവയാമി എന്ന ഗാനത്തിന് മികച്ച ക്ലാസിക്കൽ സിംഗറിനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും 2011 ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ാൻ 2005 ജൂൺ 6 എന്ന ചിത്രത്തിലൂടെ തമിഴിലും 2009 കളവരമായേ മാഡിലോ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ച ശരത് ഏതാനും ഹിന്ദി ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുമുണ്ട്. ഒരുപാട് പരസ്യ ചിത്രങ്ങൾക്ക് ശരത് ജിംഗിളുകൾ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം സംഗീതത്തിൽ കൂടാതെ ശ്യാം, രവീന്ദ്രൻ, ഇളയരാജ, ഔസേപ്പച്ചൻ, ബിജിബാൽ, എം ജയചന്ദ്രൻ തുടങ്ങി മറ്റ് സംഗീത സംവിധായകരുടെ സംഗീതത്തിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. കർണാടക സംഗീത കച്ചേരികളും ധാരാളം അദ്ദേഹം നടത്തുന്നുണ്ട്. ഗായിക KS ചിത്രയുമായി സഹോദര തുല്യമായ ആത്മബന്ധം സൂക്ഷിക്കുന്ന ശരത്തിന്റെ പ്രധാന പ്രവർത്തന ഇടം ചിത്രയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയ കൃഷ്ണ ഡിജി ഡിസൈനാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ കണ്ണൂർ രാജന്റെ മകൾ
സീതയെയാണ് ശരത് വിവാഹം ചെയ്തത്. ദിയ ആണ് ഏക മകൾ. ഏക സഹോദരൻ രഞ്ജിത്ത് വാസുദേവ് ഗായകൻ, തബലിസ്റ്റ്, സിത്താറിസ്റ്റ്, കമ്പോസർ എന്നീ നിലകളിൽ സംഗീത വഴിയിൽ തന്നെയാണ്.